സർദാർ കെ എം പണിക്കർ ഈ 1947 ബിക്കാനീർ എന്ന് പറയുന്ന രാജസ്ഥാനിലെ ഒരു പ്രിൻസ്ലി സ്റ്റേറ്റിൻ്റെ പ്രൈം മിനിസ്റ്ററായിരുന്നു. അവിടെ ഈ ചിത്ര തിരുനാൾ മഹാരാജാവും അദ്ദേഹത്തിൻ്റെ മാതാവും കൂടി ഒരു ഔദ്യോഗിക സന്ദർശനം നടത്തി. ഈ ഔദ്യോഗിക സന്ദർശനം നടത്തിയ സമയത്ത് അവിടുത്തെ രാജകുടുംബത്തിലെ ഒരു അംഗം ചിത്ര തിരുനാളിനോട് കലശലായ പ്രേമമായി. ഓർക്കണം, ഒരു എലിജിബിൾ ബാച്ചിലറായിട്ടാണ് ചിത്ര തിരുനാൾ ബാലരാമവർമ്മയെ അന്നത്തെ കാലത്ത് മറ്റ് രാജകുടുംബത്തിലെ അംഗങ്ങൾ പോലും കണ്ടിരുന്നത്. വളരെ സുമുഖനായിരുന്നു, നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്, നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളാണ് എന്ന് മാത്രമല്ല ഒരു പ്രോഗ്രസീവ് കിങ് എന്നുള്ള ഒരു പരിവേഷവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബിക്കാനീറിലെ രാജകുമാരിക്ക് കലശലായ പ്രേമമായി ചിത്ര തിരുനാളിനോട്. ആ പ്രേമം അവരുടെ രക്ഷാകർത്താവായ രാജാവിനോട് പറയുകയും രാജാവ് ഔപചാരികമായി ഒരു വിവാഹ ആലോചനയിലേക്ക് എത്തുകയും ചെയ്തു. ബിക്കാനീറിലെ രാജാവ് തന്നെ അമ്മ മഹാറാണിയോട് ഈ വിവാഹകാര്യം ഉന്നയിക്കുകയും അമ്മ മഹാറാണി, അതായത് സേതു പാർവതിബായി, അതായത് ചിത്ര തിരുനാളിൻ്റെ മാതാവ്, ഉടനെ തന്നെ ഈ രാജകീയ സന്ദർശനം വെട്ടിച്ചുരുക്കി അവിടെ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങുകയും ഉണ്ടായി. അതിൽ ഇളിഭ്യനായത് സർദാർ കെ എം പണിക്കർ. സ്വാഭാവികമായി സർദാർ കെ എം പണിക്കർക്ക് അതിലൊരു മനപ്രയാസം ഉണ്ടായിരുന്നു. ആ മനപ്രയാസം കൂടി ഈ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മിറ്റിയിലെ ഔപചാരികമായ മെമ്പർ എന്ന നിലയിൽ അദ്ദേഹം തീർത്തു എന്നും അക്കാലത്ത് ഒരു സംഭാഷണത്തിൽ, അതായത് ഒരു ഓറൽ ആയിട്ട് ആളുകൾ പറഞ്ഞിരുന്നു, വാമൊഴിയായിട്ട് പറയുമായിരുന്നു. ഇതിലൊക്കെ എത്ര നേരുണ്ട്, എത്ര അസത്യമുണ്ട് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു കാര്യം പറയാം, ദുഃഖകരമായൊരു കാര്യം പറയാം. കന്യാകുമാരിയിലെ മലയാളികൾ ഇന്ന് വളരെ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. നമ്മൾ അവിടുത്തെ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുന്ന പരിഗണന, അതായത് കേരളം കർണാടകം മാതൃഭാഷയാക്കിയവരോട്, അതുപോലെ തമിഴ് മാതൃഭാഷയാക്കിയവരോട് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ അവർക്ക് പഠിക്കാനുള്ള എല്ലാ അവസരങ്ങളും നമ്മൾ കൊടുക്കാറുണ്ട്. നേരെ മറിച്ച് കന്യാകുമാരിയെ സംബന്ധിച്ചിടത്തോളം അവിടെ മലയാളം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ റിട്ടയർ ചെയ്തു കഴിഞ്ഞാൽ ആ ഒഴിവിൽ പുതിയ ഒരു മലയാള അധ്യാപകനെ ഇക്കാലത്ത് നിയമിക്കാറില്ല. എന്ന് മാത്രമല്ല, മലയാളികൾ കൂടുതലായി പോകുന്ന ക്ഷേത്രങ്ങളെപ്പോലും അവർ രണ്ടാം നിരയിലേക്ക് അവഗണിക്കുകയുണ്ടായി. അവിടെ കൊണ്ടും അവസാനിച്ചില്ല. ഒരു കോമ്പൻസേഷൻ എന്ന നിലയിൽ പത്മനാഭപുരം കൊട്ടാരം കേരള സംസ്ഥാനത്തിലെ പുരാവസ്തു വകുപ്പിന് കൈവശം കിട്ടി. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ 2 കാരണങ്ങളാണ്. അവിടെ നവരാത്രി കാലത്തെ ആഘോഷത്തിനോടനുബന്ധിച്ച് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്ന സരസ്വതി അമ്മനെ അവിടെ ആണ് സൂക്ഷിച്ചിരിക്കുന്നത്. പത്മനാഭപുരം കൊട്ടാരത്തിനോട് ഉള്ള അനുബന്ധമായ ഒരു ക്ഷേത്രത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ആ കാരണം കൊണ്ടും പത്മനാഭപുരം കൊട്ടാരം മാത്രം, അതിൻ്റെ ഉടമസ്ഥത മാത്രം ഈ സ്റ്റേറ്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കുകയുണ്ടായി. പക്ഷെ അവിടെയും ചില കണ്ടീഷൻസ് ഉണ്ട്. ആ പ്രധാന കണ്ടീഷൻസ് എന്ന് പറയുന്നത് പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ വരുമാനം, അതായത് ടിക്കറ്റ് കളക്ഷനിൽ കൂടി കിട്ടുന്ന വരുമാനം 50% അത് തമിഴ്നാട്ടിലെ ട്രഷറിയിൽ അടയ്ക്കണം, 50% കേരളത്തിലെ ട്രഷറിയിലും അടയ്ക്കണം. തീർന്നില്ല, പത്മനാഭപുരം കൊട്ടാരത്തിന് എന്തെങ്കിലും റിപ്പയർ വരികയാണെങ്കിൽ ആ റിപ്പയർ നന്നാക്കുന്നത് തമിഴ്നാട് PWDയും കേരള PWDയും കൂടി പരസ്പരം കൂടിയാലോചിച്ച് വേണം ചെയ്യേണ്ടത്. അപ്പോൾ ഫലത്തിൽ പത്മനാഭപുരം കൊട്ടാരം ഇന്ന് ഒരു ദ്വിഭരണത്തിന് വിധേയമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായ ഒരുപാട് പ്രശ്നങ്ങളും പത്മനാഭപുരം കൊട്ടാരം നേരിടുന്നുണ്ട്. അതിലേറ്റവും ദുഃഖകരമായ കാര്യം എന്താണെന്ന് പറയുന്നത്, അവിടെയുള്ള ഗൈഡുകൾ,
അപ്പോൾ അവിടുത്തെ ഒരു നിയമം തന്നെയുണ്ട്. തമിഴ്നാട്ടിലെ സ്കൂളിൽ നിന്നും തമിഴ്നാട്ടിലെ കോളേജിൽ നിന്നും വരുന്ന സന്ദർശകർക്ക് തമിഴിൽ തന്നെയാണ് കൊട്ടാരത്തെ പറ്റിയുള്ള വിവരണങ്ങൾ നൽകേണ്ടത്. എന്നാൽ കേരളത്തിൽ നിന്ന് വരുന്നവർ അവർക്ക് മലയാളത്തിൽ വിവരണങ്ങൾ അവർക്ക് ന്യായമായും ആവശ്യപ്പെടാം. ഗൈഡുകൾ മലയാളത്തിൽ തന്നെ വിവരണം കൊടുക്കും. ഇനി അതല്ല, ഇംഗ്ലീഷിലാണ് വിവരണങ്ങൾ ആവശ്യമുള്ളതെങ്കിൽ പ്രത്യേകിച്ച് ഫോറിൻ ടൂറിസ്റ്റുകൾക്ക് അത് ഇംഗ്ലീഷിലും കൊടുക്കും. നോർത്ത് ഇന്ത്യ, ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഹിന്ദിയിലാണ് വിവരണങ്ങൾ ആവശ്യമെങ്കിൽ അത് കൊടുക്കുവാനും പ്രാപ്തരായിട്ടുള്ള ഏതാനും ആളുകൾ പത്മനാഭപുരം കൊട്ടാരത്തിൽ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഹിന്ദിയിലും കൊടുക്കും. പക്ഷേ നിർഭാഗ്യകരമായ സംഗതി എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമാ താരങ്ങൾ പത്മനാഭപുരം കൊട്ടാരത്തെ ലൊക്കേഷനായിട്ട് നടത്തിയ ഷൂട്ടിങ്ങുകളെക്കുറിച്ചായിരിക്കും സാധാരണ ഈ ഗൈഡുകൾ പലപ്പോഴും പറയുന്നത്. അതല്ലാതെ അവർ മാർത്താണ്ഡവർമ്മയെ മറക്കും. 1741 എന്ന വർഷം കുളച്ചലിൽ വെച്ച് നടത്തിയ ആ യുദ്ധവും ഒരു യൂറോപ്യൻ നാവിക ശക്തിയെ നിർണായകമായി പരാജയപ്പെടുത്തിയ ആദ്യത്തെ ഭാരതീയനായ രാജാവാണ് ഈ മാർത്താണ്ഡവർമ്മ എന്ന കാര്യത്തിനും ഒരു രണ്ടാമത്തെ പ്രാധാന്യം മാത്രമാണ് പലപ്പോഴും ഗൈഡുകൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് അവിടെ ഒരു തേവാര മുറിയുണ്ട്. അതായത് ഉപ്പരിക്ക മാളിക. ആ ഉപ്പരിക്ക മാളികയിലെ തേവാര മുറിയിൽ അവിടെ ഒരു സപ്രമഞ്ച കട്ടിലുണ്ട്. ആ കട്ടിലിൽ ശ്രീപത്മനാഭൻ ശയിക്കുകയാണ്, പള്ളി കൊള്ളുകയാണെന്നാണ് സങ്കല്പം. ആ മുറിയിലേക്ക് സന്ദർശകർക്ക് കുറേ കാലമായിട്ട് പ്രവേശനം പോലുമില്ല. സുരക്ഷാ കാരണങ്ങളാലാണ് പ്രവേശനം നിഷേധിച്ചിരിക്കുന്നത്. എന്നാൽ പുരാവസ്തു വകുപ്പിൻ്റെ സംസ്ഥാന ഡയറക്ടറുടെ പ്രത്യേക അനുമതിയോടുകൂടി അവിടെ പോകാം. അവിടെയാണ് ഏറ്റവും മനോഹരങ്ങളായ ചുവർ ചിത്രങ്ങൾ. 18-ാം നൂറ്റാണ്ടിൽ കേരളീയ കലാകാരന്മാർ അല്ലെങ്കിൽ അന്നത്തെ മാർത്താണ്ഡവർമ്മയുടെ നിർദ്ദേശപ്രകാരം വരച്ച മനോഹരങ്ങളായ ചുവർ ചിത്രങ്ങൾ ഇന്ന് കാണാനുള്ള ഒരു സന്ദർഭവും സന്ദർശകർക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. പകരം ഈ പത്മനാഭപുരം കൊട്ടാരത്തോട് അനുബന്ധിച്ചൊരു മ്യൂസിയമുണ്ട്. ആ മ്യൂസിയത്തിൽ ഇതിലെ ഏതാനും ചിത്രങ്ങൾ, എൻ്റെ കോപ്പീസ്, പകർപ്പുകൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഞാനത് മറക്കുന്നില്ല. പക്ഷെ അതിൻ്റെ അശാസ്ത്രീയത, വാസ്തവത്തിൽ വേണ്ടത് ഈ പത്മനാഭപുരം കൊട്ടാരത്തിലെ ഉപ്പരിക്ക മാളികയിലെ ആ തേവാര മുറിയിലെ ഭിത്തികളിൽ എങ്ങനെയാണോ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ആ ഓർഡറിൽ, ആ ക്രമത്തിൽ തന്നെയാണ് ഈ പത്മനാഭപുരം കൊട്ടാരത്തിനോട് അനുബന്ധിച്ചുള്ള മ്യൂസിയത്തിലും ചിത്രങ്ങൾ പ്രദർശിപ്പിക്കേണ്ടിയിരുന്നത്. ഞാൻ ഓർക്കുകയാണ്, ഓൾട്ടിമീറ എന്ന് പറയുന്ന കേവ് പെയിൻറ്റിങ്സ് അവിടെ എല്ലാവർക്കും കാണാനായിട്ട് അനുവാദം ഇപ്പോൾ കൊടുക്കുന്നില്ല. പക്ഷേ ഈ ഓൾട്ടിമീറയിലെ കേവ് പെയിൻറ്റിങ്സിൻ്റെ റിപ്ലിക്ക മറ്റൊരു സൈറ്റ് മ്യൂസിയത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് ഓൾട്ടിമീറയിലേക്ക് പോകുന്നത് പോലെ അത്ര സ്വാഭാവികമായിട്ട് ആണെന്ന് തോന്നത്തക്കവണ്ണമാണ് അതിനെ പുനഃസൃഷ്ടിച്ചിരിക്കുന്നത്. അജന്തയ്ക്കിപ്പോൾ ഒരു സൈറ്റ് മ്യൂസിയം ഉണ്ട്. ഇന്ത്യയിൽ പലയിടത്തും സൈറ്റ് മ്യൂസിയങ്ങളുണ്ട്. ആ സൈറ്റ് മ്യൂസിയം ഈ പറയുന്ന ഒറിജിനൽ സങ്കേതത്തിൻ്റെ അതേ അളവിൽ, അതേ തരത്തിൽ ആയിരുന്നു വേണ്ടിയിരുന്നത്. കേരള പുരാവസ്തു വകുപ്പ് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്ന് ഞാനൊരു എളിയ നിർദ്ദേശം വയ്ക്കുകയാണ്.